എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഇത് എത്ര നേരമായി ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. ആരെ കാണിക്കാനും ചായക്കോരി പൂശി തേച്ച്. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ. അമ്മേ പോയിട്ട് വരാവേ. നോക്കി കണ്ടൊക്കെ പോയിക്കോട്ടോ. ശരി അമ്മ. എന്തായാലും വേണ 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. ഇവൻ ഏതാടാ ഈ കാട്ടു ബ്രാൻഡ്? ഞാൻ കുറെ നോക്കിയത്, വളയുന്ന ലക്ഷണം കാണുന്നില്ല. പോയി ചത്തുടടാ. ഒരു പണിക്ക് പോകത്തില്ല ആറുകളും. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. സിനിമ ഡാൻസ് ആയി കളിച്ചിട്ട് ഓന് ഫുൾ ടൈം തന്നെ പണി. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ദൈവമേ, ഇതെവിടെ എത്തിയ? അല്ല, എന്താ നിങ്ങളെ വിചാരം? ഈ നാട് റോഡിൽ എന്നിട്ട് ഡാൻസ് ആടി എന്താ? ഞങ്ങൾ ഇഷ്ട വെറുതെ വർത്താനം പറഞ്ഞ സമയം കണ്ടു ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു. മണ്ടന്മാരൊക്കെ ഒരുമിച്ചുണ്ടല്ലോ. അമ്മ ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. ഇച്ചിരി കഞ്ഞി കുടിച്ചേ, നമുക്ക് ഗുളികയൊക്കെ കഴിക്കാം കേട്ടോ. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടേ, ഫുഡും വെച്ചു. പിന്നെ നിനക്കുള്ള ആഹാരം ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട്, കഴിച്ചേക്കണേ സമയത്തിന്. അമ്മ കടന്നായിരുന്നോ? പൊക്കോട്ടെ. എന്ത് നാച്ചുറൽ ആക്ടിങ്. ബാനു, എന്റെ വിളിപ്പിച്ചേ? ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനറിയട്ടാ. ഒന്ന് വേഗം പറഞ്ഞു തൊലക്ക്. ഇവിടെ പണിക്ക് വരുന്ന ആ കുട്ടിയില്ലേ, നിങ്ങളന്ന് കൊണ്ടുവന്നാക്കിയേ, ആ കുട്ടി എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മകന് ഇന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവളെ എൻ്റെ മകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അരിയേട്ടാ, നിങ്ങൾ എന്തായാലും അവരെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കേ. ആ ഇബ്രാഹിക്കോ മെമ്പറെ പറ. ഇല്ലതേ പോകാൻ ഒരുങ്ങുന്നു. അവളിവിടെ എങ്ങോട്ടുണ്ട്? അമ്മ എവിടെ? അമ്മ അവള് മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേല്ലേ. താൻ വീട്ടിക്ക് ജോലിക്ക് പോണില്ലേ? അവിടുത്തെ ആ ചെക്കന് നിന്നോട് ഇഷ്ടാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കാലിന് സുഖമില്ലാന്നുള്ളൂ, കണ്ടമാനം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് സമ്മതമില്ല. ഏടി കുട്ടി, അനക്ക് ഇത്രയും വലിയൊരു മോളില്ലല്ലേ, അതിനെ കെട്ടിച്ചണ്ടേ? അതിന് പൈസ വേണ്ട എനിക്ക്? നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലൊരു കാഴ്ച കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മക്കൾക്ക് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ദൈവം നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ.